പാരീസ് ഒളിമ്പിക്സ് മൂന്നാം ദിനത്തിൽ മെഡൽ പ്രതീക്ഷയുമായി ഇറങ്ങിയ രമിത ജിണ്ടാൽ ഫൈനലിൽ 7ാം സ്ഥാനത്ത്. 10 മീറ്റർ എയർ റൈഫിലാണ് തോൽവി. അതേസമയം 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് വിഭാഗത്തിൽ ഇന്ത്യ ഫൈനലിലേക്ക് യോഗ്യത നേടി. വിവരങ്ങളുമായി ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, കൂടുതൽ വിശദാംശങ്ങൾ. അതിര, ഇന്ത്യ ഏറെ പ്രതീക്ഷയോടുകൂടി ഇറങ്ങിയ ഒരു മത്സര വിഭാഗമായിരുന്നു ഇന്നത്തെ 10 മീറ്റർ എയർ റൈഫിൾ വിമൻസ് ഫൈനൽ എന്നത്. ഇന്നലെ മനു ഭാക്കർ വെങ്കലം നേടിയതിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടി ഇന്ന് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ രമിത ജിണ്ടാൽ 7ാം സ്ഥാനത്തായാണ് ഫിനിഷ് ചെയ്തത്. ആദ്യ 3 സീരീസുകളിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പിന്നീടുണ്ടായിരുന്ന സിംഗിൾ ഷോട്ട് എലിമിനേഷൻ, ഓരോ ഷോട്ടിന് ശേഷവും പോയിന്റ് നില കുറവുള്ളവർ എലിമിനേറ്റ് ചെയ്യപ്പെടും. ഫൈനലിൻ്റെ രീതി അതാണ്. അത്തരത്തിൽ ആദ്യ 3 സീരീസുകൾ അവസാനിച്ചപ്പോൾ അടുത്ത് ഫയർ ചെയ്ത ഓരോ ഷോട്ടിലും വെച്ച് പുറത്താകുന്നവരിൽ ഒരാളായി രമിത ജിണ്ടാൽ പുറത്താവുകയായിരുന്നു. മത്സരം അവസാനിക്കുമ്പോൾ 7ാം സ്ഥാനത്താണ് രമിതയുള്ളത്. എന്തായാലും ഇന്നത്തെ മറ്റൊരു ഫൈനൽ കൂടി ഇനി ബാക്കിയുണ്ട്. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിലാണ് ഇനി ഫൈനൽ നടക്കാനുള്ളത്. ഇന്ത്യയുടെ അർജുൻ ബബുദയാണ് അതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ ഫൈനലിൽ മത്സരിക്കുക. അതേസമയം രമിത ജിണ്ടാൽ പുറത്തായതിനൊപ്പം തന്നെ സങ്കടകരമായ ഒരു വാർത്തയാണെങ്കിലും അതിനൊപ്പം തന്നെ മറ്റൊരു ശുഭവാർത്ത കൂടി വരുന്നുള്ളത്. ഇന്ത്യയുടെ മിക്സഡ് ഡബിൾസ് ടീം, അതായത് ഷൂട്ടിങ്ങിൽ തന്നെ എയർ പിസ്റ്റൾ 10 മീറ്റർ ഷൂട്ടിങ്ങിൽ ഇന്ത്യയുടെ മിക്സഡ് ഡബിൾസ് ടീം ഇപ്പോൾ വെങ്കല മെഡലിനുള്ള യോഗ്യതാ മത്സരത്തിലേക്ക് കടന്നു എന്നതാണ്. 4 ടീമുകളെയാണ് ഫൈനൽ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് സെലക്ട് ചെയ്യുക. അതിൽ 1ഉം 2ഉം സ്ഥാനത്തുള്ളവർ തമ്മിൽ സ്വർണത്തിനായുള്ള മത്സരവും 3ഉം 4ഉം സ്ഥാനത്തുള്ളവർ തമ്മിൽ വെങ്കലത്തിനായുള്ള മത്സരവുമാണ് നടക്കുക. ഇന്ത്യയുടെ മിക്സഡ് ഡബിൾസ് ടീം മനു ഭാക്കറും സരബ്ജോത് സിംഗും അടങ്ങുന്ന ഇന്ത്യയുടെ മിക്സഡ് ഡബിൾസ് ടീം 3ാമതായാണ് ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അടുത്തതായി അവർ വെങ്കലത്തിനായി മത്സരം നടത്തും. ഇതിനായി വെങ്കല മത്സരത്തിനായുള്ള ഇന്ത്യയുടെ എതിരാളികൾ എന്ന് പറയുന്നത് കൊറിയയാണ്. മനു ഭാക്കറിൻ്റെ എതിരാളിയായി 10 മീറ്റർ എയർ പിസ്റ്റളിൽ 1ാം സ്ഥാനം അല്ലെങ്കിൽ സ്വർണം നേടിയ OAG തന്നെയാണ് മിക്സഡ് ഡബിൾസിലും ഇന്ത്യയുടെ എതിരാളിയായി വരുന്നത്. എന്തായാലും വെങ്കലത്തിനോട് അടുത്ത ഒരു വിഭാഗത്തിൽ കൂടി ഇന്ത്യ വെങ്കലത്തിനോട് അടുത്തിരിക്കുകയാണ്. ഇനി നടക്കാനുള്ള അർജുൻ്റെ 10 മീറ്റർ എയർ റൈഫിൾ ആയാലും അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യ സെൻ ഇന്ന് ഇറങ്ങുന്നുണ്ട്. വൈകുന്നേരം കൂടുതൽ ശുഭവാർത്തകൾ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിലവിൽ വനിതകളുടെ ബാഡ്മിൻ്റൺ ഡബിൾസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അശ്വിനി പൊന്നപ്പയും തനീഷ ക്രാസ്റ്റോയും അടങ്ങുന്ന വിമൻസ് ഡബിൾസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജപ്പാനാണ് എതിരാളികൾ. ആദ്യ ഗെയിമിൽ ജപ്പാനാണ് വിജയം. 21-11 എന്ന പോയിന്റിന് ജപ്പാനാണ് ആദ്യ ഗെയിം വിജയിച്ചത്. 2ാമത്തെ ഗെയിം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ മെഡൽ വാർത്തകളുമായി തിരികെ എത്താമെന്ന് കരുതാം. ആതിര. ശരി, ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ എക്കാലത്തും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഇനമാണ് ബാഡ്മിൻ്റൺ. ഇന്ത്യൻ ബാഡ്മിൻ്റണിലെ പുതിയ താരോദയം 22-കാരനായ ഒരു യുവാവാണ്. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ കോർട്ടിൽ സമഗ്രാധിപത്യം പുലർത്തിയ ലക്ഷ്യ സെൻ.